വീണ്ടും ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ വീടിന് തൊട്ടടുത്ത് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മമ്മയും തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരമ്മമ്മയും കൂടി അവിടെ ഒരു കാക്ക വിളക്ക് പതിച്ചു. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ മേശവയ്പ്പ് എന്നൊരു പരിപാടി ഉണ്ടായി. മേശവയ്പ്പ് എന്ന് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടെന്നാണ് എനിക്ക് തോന്നുന്നത്. മേശയൊന്നുമില്ല, അവിടെ ഇഷ്ടം പോലെ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുട്ടും ഇറച്ചിയുമാണ്. അതിൻ്റെ കൂടെ കള്ളും ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം അവിടെ വെച്ചതിന് ശേഷം അത് വച്ചവർ ആർപ്പോ എന്ന് വിളിക്കും. എന്നിട്ട് ഹോയ് 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 എന്നിങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം അവിടെ ഓടിച്ചെല്ലും. ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് എൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾക്ക് അപ്പവും ഇറച്ചിയും വിളമ്പി കൊടുക്കും. മുതിർന്നവർ ആ കള്ളെടുത്ത് കുടിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു രീതി എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഉണ്ടായി. കാലം കഴിഞ്ഞ് പോകുമ്പോൾ ആല് നിൽക്കുന്ന സ്ഥലത്തുകൂടി റോഡിന് അളന്നുപോയി. അപ്പോൾ ആൽമരം വെട്ടുന്നതിന് നാട്ടുകാരൊക്കെ കുറേ അധികം തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും നടന്നില്ല. അവർ വെട്ടുക തന്നെ ചെയ്തു. അപ്പോൾ ഉടമസ്ഥൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ കൂടി പോകുമ്പോൾ ഈ ആല് കൂടി ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം അളന്നത്. ഏതായാലും അങ്ങനെ ആ അന്ധവിശ്വാസം ഇല്ലാതായി. പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്, അവിടെ എല്ലാം ഗന്ധർവന്മാർ വരുന്നുണ്ട്. അപ്പോൾ ആ ഗന്ധർവന്മാർക്ക് പ്രീതിക്ക് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. ഏതായാലും വെള്ളിയാഴ്ച തോറും അതിലെ കൂടി ആളുകൾ നടക്കാറുമില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഈ അന്ധവിശ്വാസം?